ശ്രീ SJR കുമാർ VHPയുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടാണ് KS രാധാകൃഷ്ണൻ താഴമൺ കുടുംബത്തെ ഈ താന്ത്രിക വൃത്തിയിൽ നിന്ന്, ശബരിമലയിലെ താന്ത്രിക വൃത്തിയിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്നത്. കുടുംബത്തിലെ 2 മുതിർന്ന തന്ത്രിമാരും നിയമ നടപടികൾ നേരിട്ട 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നിയമ നടപടികൾ നേരിട്ട ആളുകളാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായും അതുകൊണ്ട് താന്ത്രിക വൃത്തി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ മക്കൾ ഇങ്ങനെയാണോ വേണ്ടത് എന്ന ചോദ്യം KS രാധാകൃഷ്ണൻ ഉയർത്തി വിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദു സമാജത്തിലെ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സും അത് ചർച്ച ചെയ്യില്ലേ? അതിൽ VHPയുടെ പക്ഷം എവിടെയാണ്? ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇപ്പോൾ എൻ്റെ ചുമതല ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ എന്നുള്ള നിലയിലാണ്. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ശബരിമല കർമ്മസമിതിയെ പ്രതികരിച്ചിട്ടാണ് ഇന്നിപ്പോൾ താങ്കളോട് സംസാരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ട ചില പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ വിഷയത്തിൽ അധിഷ്ഠിതമായി നമ്മൾ ചർച്ച ചെയ്യാതിരിക്കും നല്ലത്. അതല്ലാതെ ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പോലെ അത് RSSലേക്കും നാഗ്പൂരിലേക്കും ഒക്കെ പോകേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് വേറൊരു ചർച്ചയാണ്. അതിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അവർക്കറിയാം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി എവിടെയാണ്, RSSൻ്റെ സ്ഥിതി എവിടെയാണ്, BJPയുടെ സ്ഥിതി എവിടെയാണ്, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം ഒരു ചെറിയ തുരുത്താണ്. അത് കണ്ടുകൊണ്ട് നമ്മൾ ലോകമെല്ലാം ഇങ്ങനെയാണെന്ന് പൊട്ടക്കുളത്തിൽ തവളെ പോലെ സംസാരിക്കുന്നത് ശരിയല്ല എന്നത് ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, ഈ KS രാധാകൃഷ്ണൻ അദ്ദേഹം എന്തുകൊണ്ടത് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിനോട് ചോദിച്ചാലേ അറിയുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇല്ല, ഇനി ആര് വിചാരിച്ചാലും അത്തരം കാര്യങ്ങളൊന്നും നടപ്പാകാൻ പോകുന്നില്ല. കാരണം ഇതിനൊക്കെ ചില സംവിധാനങ്ങളുണ്ട്. ഇത് ഇന്നും എന്തെങ്കിലും തുടങ്ങിയല്ലോ. ശബരിമലയൊക്കെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മുതൽ ഈ ഭൂമിയിലുള്ളതും ആയിരക്കണക്കിന് പല ജനറേഷൻസായിട്ട് അവിടെ പോവുകയും ആരാധന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ തന്ത്രിമാരായിട്ടിരിക്കുന്നവർ എത്രാമത്തെ ജനറേഷൻ ആണെന്ന് കൂടെ ആലോചിക്കണം. ഇതിന് കോടതി നമ്മൾ അറിയേണ്ടത്, ഇന്ന് നാട്ടിൽ നമ്മൾ ജനാധിപത്യ സംസ്കാരം മാത്രമല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന ഒരു രാജ്യം. താങ്കൾ ഉന്നയിച്ച കാര്യത്തിൽ KS രാധാകൃഷ്ണൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല എത്രയോ കാലമായിട്ടുള്ള ക്ഷേത്രമാണ്. ഈ താഴമൺ കുടുംബം വരുന്നതിന് മുമ്പ് അവിടെ താന്ത്രിക വൃത്തി ഇല്ലായിരുന്നോ? താഴമൺ കുടുംബം വരുന്നതിന് മുമ്പ് ശബരിമല ഇല്ലായിരുന്നോ? ആന്ധ്രയിൽ നിന്ന് താഴമൺ കുടുംബവും മറ്റ് ബ്രാഹ്മണ കുടുംബങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ നടക്കാതിരുന്നിട്ടില്ലല്ലോ. ഞാൻ അതിലേക്ക് വരാം. ഞാനതല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ജനാധിപത്യ രീതിയിൽ ഒരു ഭരണ സംവിധാനമുള്ളൊരു നാട്ടിൽ, ഒരു കോടതി നിലനിൽക്കുന്ന നാട്ടിൽ, അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന നാട്ടിൽ നമ്മൾ ചില ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതേ വിഷയം 2019 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുന്നിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് വന്നിരുന്നു. ഈ പറഞ്ഞ താഴമൺ കുടുംബത്തിൻ്റെ അവകാശം എടുത്ത് കളയണമെന്ന് പറഞ്ഞു. എന്തായി? ആദ്യം നമ്മളത് അന്വേഷിക്കണ്ടേ? കോടതി എടുത്ത് കളഞ്ഞു, തള്ളിക്കളഞ്ഞു പെറ്റീഷൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇനിയും ഡോക്ടർ KS രാധാകൃഷ്ണൻ അല്ല, അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞത് ആര് പറഞ്ഞാലും നടപ്പാവില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. പിന്നെ ഈ കീഴ്വഴക്കങ്ങൾ ഞാൻ പറഞ്ഞത്, ഈ ഓരോ കുടുംബത്തിനും ഈ ഓരോ സമയത്ത് ഓരോ ക്ഷേത്രത്തിൽ, ഇപ്പോൾ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് താഴമൺ കുടുംബത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് തുടർച്ചയായിട്ട് നടക്കുകയാണ്. ഈ സർക്കാർ വരുന്നതിന് മുമ്പും സർക്കാർ സ്ഥാപിതമാകുന്നതിന് മുമ്പും തന്നെ തുടങ്ങിയതാണ്, രാജഭരണത്തിൽ ആരംഭിച്ചാണ്. അപ്പോൾ അത്തരം ഒരു കീഴ്വഴക്കത്തിൻ്റെ കാര്യങ്ങളുണ്ട്, വിശ്വാസത്തിൻ്റെ കാര്യമുണ്ട്. തന്ത്രി എന്ന് പറഞ്ഞാൽ വെറുതെ ആർക്കും കയറി തന്ത്രം ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ അറിയേണ്ടത് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റിനപ്പുറം വേറൊരു റൈറ്റ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയിൽ നടന്ന 9 അംഗ ബെഞ്ചിയുടെ വിസ്താരം, ഞാൻ എല്ലാ ദിവസവും കോടതിയിലുണ്ടായിരുന്ന ഒരാളാണ്. അവിടെ ഈ വിഷയം എടുത്തപ്പോൾ എങ്ങനെയാണ് കോടതി ഓരോ വിഷയത്തെ പരാമർശിച്ചതെന്ന് കൂടെ നമ്മൾ അറിയണം. കോടതി പറഞ്ഞൊരു കാര്യം, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അത് ചോദ്യം ചെയ്യാനായിട്ട് കോടതികൾക്കോ അതല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനോ ഗവൺമെൻറ്റിനോ സാധ്യമല്ല. അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യാം. അതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അഴിമതി, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ. പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞു. അധികം താമസം അത്തരത്തിലുള്ള വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ നാട്ടിൽ അംഗീകരിക്കപ്പെട്ട ധാരാളം കോടതി വിധികളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഡിനോമിനേറ്ററി റൈറ്റ്സ് ഉണ്ട്. അതായത് ആർട്ടിക്കിൾ 26 പ്രകാരം ഈ ഓരോ ക്ഷേത്രത്തിനും അത് കോമൺ, 25 നമ്മുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ് പറയുന്നതെങ്കിൽ 26 പറയുന്നത് കോമൺ റൈറ്റ്സ് ആണ്. അതായത് ക്ഷേത്രങ്ങളുടെയും ഒന്നിച്ചു കൂടുന്ന ആരാധനാലയം. അതിൽ ഡിനോമിനേഷൻ റൈറ്റ്സ് പ്രത്യേകം പറയുന്നുണ്ട്. ആ ഡിനോമിനേഷൻ റൈറ്റ്സിന് ആക്ച്വലി അതിനുള്ളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സർക്കാരിനോ കോടതിക്കോ സാധ്യമല്ലെന്ന് എത്രയോ വിധികളുണ്ട്. വീണ്ടും 9 അംഗ ബെഞ്ചിൽ ഇതേ പരാമർശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ കേരള സർക്കാർ ഇടപെടും എന്ന് പറയുന്നതിന് തെറ്റാണ്. ശരിക്കും ഒരു ജനാധിപത്യ സർക്കാരിന് അത്തരം ഒരു മതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു റൈറ്റും ഇല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്.
അതിനുവേണ്ടിയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിന് കൈകടത്താൻ പറ്റും, ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, അത് എത്രയോ വിധികളിൽ കൂടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഭരണപരമായ കാര്യങ്ങളിലല്ലാതെ, അതല്ലെങ്കിൽ അഴിമതി, കുറ്റം, എന്തെങ്കിലും അത്തരത്തിൽ കാര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് സർക്കാരിന് ഇടപെടാൻ പറ്റും. അതല്ലാതെ ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല. അത് കീഴ്വഴക്കത്തിനും ആചാരങ്ങൾക്കും കാലാകാലങ്ങളായിട്ട് നടന്ന കസ്റ്റംസിനും പ്രാക്ടീസിനാണ് അവിടെ പ്രാധാന്യം എന്നുള്ളത് ധാരാളം കോടതികളിൽ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് സംശയിക്കേണ്ട. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നത്, ഇതേ വിഷയം 2019 കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ കോടതി ആ പെറ്റീഷൻ തള്ളിക്കളഞ്ഞു. കാരണം അത്തരം ഇത് തന്നെയായിരുന്നു ആവശ്യം, താഴമൺ കുടുംബത്തിൻ്റെ റൈറ്റ് എടുത്ത് കളയണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരും. അതല്ലാതെ ഈ കാര്യത്തിൽ നമ്മൾ ഒരു പൊതുസമൂഹത്തിന് ചർച്ചയുടെ ആവശ്യമില്ല. നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്, അത് നിയമപരമായിട്ടുള്ള സംവിധാനമുണ്ട്. ഞാൻ പറയാണ്, ഈ ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് കോടതിയിലേക്ക് റെഫർ ചെയ്യുന്നുള്ളത്, തീർച്ചയായിട്ടും ഇതിന്റെ ദേവസ്വം ബോർഡിന് പോലും അത്തരമൊരു അപ്പോയിന്റിംഗ് അതോറിറ്റി അല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് കോടതിയിൽ ചെല്ലേണ്ടി വന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ.